അബദ്ധം സംഭവിക്കുമ്പോഴാണ് വിരൽ കടിക്കുക. അബദ്ധം സംഭവിക്കുമ്പോഴാണ് വിരൽ കടിക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ സാഹിത്യ സമ്പുഷ്ടമാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹു ആ ഭാഷയാ പറഞ്ഞത്. അവൾ വിരൽ കടിച്ചു എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് അബദ്ധം പറ്റി എന്ന് പറയുന്നതിന് ഒരിക്കലും മറ്റൊരു വാക്ക് മലയാളത്തിലില്ല. ആ മലയാളം എന്റെ പ്രിയപ്പെട്ടവരെ അറബിയിലേക്ക് മാറ്റിയാൽ അല്ലാഹു പറയുകയാണ് വയൗമ യഅല്ലല്ലാലിമു അലാ യദൈ. അക്രമിനാള് പരലോകത്ത് വന്ന് വിരൽ കടിക്കുകയാ. എന്നിട്ട് അവന് പറയും യഖൂലു യാ ലൈതനി തഖദതു മഅ റസൂലി സബീലാ. അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ എന്റെ മുത്തുനബിയുടെ വഴിയാണ് തെരഞ്ഞെടുത്തിരുന്നെങ്കിലോ. അല്ലാഹുവേ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ അവനോടൊപ്പം കൂടണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരികളെ നിങ്ങൾ ചിന്തിക്കണേ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നാളെ പരലോകത്തെ മൂന്നാമത്തെ വിലാപമാണ്. ഞാൻ അവനോടൊപ്പം കൂടണ്ടായിരുന്നു. ഇതാരക്കിറക്കിയ ആയത്താണെന്നറിയോ? അത് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കാം. സഹോദരങ്ങളെ, ഈ ആയത്ത് ആരക്കിറക്കിയെന്നറിയുമോ? സൂറത്തുൽ ഫുർഖാനിൽ തുറന്ന് പരിശോധിക്കേണ്ട പെങ്ങള്. നിങ്ങൾ പറയുമല്ലോ ഞങ്ങളെ ഖുർആൻ മുറുകെ പിടിക്കുന്നവരാ. മുറുകെ പിടിക്കേണ്ട നിവർത്തി വെച്ചിട്ടൊന്ന് ഓതി പഠിക്കേണ്ട പെങ്ങള്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയ ആ ലാലിമായ മനുഷ്യനെ വിരൽ കടിക്കുമ്പോൾ എന്ന് പറഞ്ഞതാരെന്നറിയോ? ഉഖബത്ത് ബിൻ മുഈത്ത്. ആരാണ് ഉഖബത്ത് ബിൻ മുഈത്ത് എന്നറിയുമോ? അയാൾ വലിയ സമ്പന്നനാണ്, അതിന് സൽക്കാര പ്രിയനാണ്, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നല്ല മനുഷ്യനാണ്, അയാൾ ബഹുദൈവ വിശ്വാസിയാണ്. സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ മുഈത്ത് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ ആരുണ്ട്? മഹാനായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉഖബയുടെ വീട്ടിൽ വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്രയിലിരുന്ന് ഭക്ഷണത്തിലേക്ക് തളികയിലേക്ക് കൈയിട്ടപ്പോ മുത്തുനബി മാത്രം ഭക്ഷണം കഴിച്ചില്ല. ആളുകൾ ഇരുന്ന് കഴിക്കുമ്പോൾ റസൂലുള്ള കഴിക്കാതെ മാറി നിൽക്കുകയാ. ചോദിച്ചു, എന്തേ കഴിക്കുന്നില്ല മുഹമ്മദേ? ഉഖബത്ത് ബിൻ മുഈത്തിനോട് റസൂൽ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു ഉരുള ഭക്ഷണം പോലും കഴിക്കൂല, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഏതുവരെ? ഹത്താ തഖൂല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന റസൂലല്ലാഹ്. ഈ കലിമ പറയുന്നത് വരെ ഞാൻ നിന്റെ വീട്ടിൽ നിന്നൊന്നും കഴിക്കൂല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉഖബ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ റസൂലുള്ള ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറെ ദിവസം കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞപ്പോൾ ഈ ഉഖബത്ത് ബിൻ മുഈത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ന്യൂ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രോ എന്നല്ലേ പറയുന്നത്, അങ്ങനല്ലേ? ബ്രോ അക്ഷരം മാറാതിരുന്നാ കൊള്ളാം. ചങ്ക്, എന്റെ ചങ്ക് എന്ന് പറയില്ലേ, ആ ചങ്കാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. ഉഖബത്ത് ബിൻ മുഈത്ത് ഇസ്ലാമിന്റെ കലിമ ചൊല്ലി എന്നറിഞ്ഞ് ഉബയ്യ് ഇബ്നു ഖലഫിന്റെ അടുത്ത് വന്ന ആളുകൾ പറഞ്ഞു, ഉഖബത്ത് ബിൻ മുഈത്ത് കലിമ പറഞ്ഞിരിക്കുകയാണ്. ഉബയ്യ് ഇബ്നു ഖലഫിന് സഹിക്കാൻ പറ്റിയില്ല, വാളങ്ങ് വലിച്ചൂരി. വാള് വലിച്ചൂരി ഉറയിൽ നിന്ന് ഒരൊറ്റ ഓട്ടമാണ് ഉഖബത്ത് ബിൻ മുഈത്തിന്റെ വീട്ടില്. കൂട്ടുകാരൻ വന്ന് സന്തോഷം കണ്ട് ഓടി അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ വാളെടുത്ത് മൂക്കത്ത് വെച്ചിട്ട് പറഞ്ഞു, മാറടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും. കാരണം എന്താ? കെലിമ പറയുന്നവരെ അത്ര ഇഷ്ടമില്ല മറ്റുള്ളവർക്ക്. വെട്ടിക്കൊല്ലല്ലാതെ വേറൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പ്രസംഗിച്ചത് മലപ്പുറത്തെ കൊടിഞ്ഞിയിലാണ്. എന്റെ സദസ്സിൽ ഫഹദുണ്ട്, ഫായിസ് ഉണ്ട്, ഫാത്തിമയുണ്ട്. 3 പൊന്നുമക്കളും ആ സദസ്സിലുണ്ടായിരുന്നു. സ്ത്രീകളുടെ കൂട്ടത്തിൽ വാഴ കേൾക്കാൻ വന്നതിൽ ഫൈസലിന്റെ ഉമ്മ ജമീല ഉണ്ടായിരുന്നു. ഷഹീദ് ഫൈസൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പരിശുദ്ധമായ രാജപാതയിലോട്ട് കടന്നു വന്നപ്പോൾ ഇരുളിന്റെ മറവിൽ വെട്ടിന്ന് കുറുക്കിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. ഞാൻ ആ വിഷയത്തെ പറ്റി പറയുന്നില്ല, നമ്മുടെ വിഷയവും അതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ മുഈത്ത് മുസ്ലിമായി എന്നറിഞ്ഞപ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫ് വാള് വലിച്ചൂരിയിട്ട് ഉഖബത്ത് ബിൻ മുഈത്തിന്റെ മുഖത്തിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ എന്തിനാടാ കലിമ പറഞ്ഞത്? ഉഖബ പറഞ്ഞു, ഉബയ്യ, നിനക്കെന്താ വട്ടുണ്ടോ? ഞാൻ മുസ്ലിം ആകലോ? എന്താ ഈ പറയാ? ആളുകൾ പറഞ്ഞല്ലോ നീ കലിമ പറഞ്ഞെന്ന്. ആ സമയത്ത് ഉഖബ പറയുകയാണ്, ഇല്ല ഉബയ്യേ,
എല്ലാവരും എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫേ എന്റെ വീട്ടിൽ വന്നിരുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകുമ്പോ മുഹമ്മദ് മാത്രം കഴിക്കാതിരിക്കുന്നത് എനിക്ക് നാണക്കേടല്ലേ? അതുകൊണ്ട് അവനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ മുസ്ലിമായിട്ടില്ല ഉബയ്യേ. ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ അംഗീകരിക്കാം, ഞാൻ വിശ്വസിക്കാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്തു വേണമെന്ന് ചോദിച്ചു. ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, എല്ലാവരെയും തിരിച്ചു വിളിക്കുക, കൂട്ടത്തിൽ മുഹമ്മദിനെയും വിളിക്കുക, എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉഖബത്ത് ബിൻ മുഈത്തിനോട് ഉബയ്യ് ഇബ്നു ഖലഫ് പറയുകയാണ്, എല്ലാവരുടെ മുമ്പിൽ വെച്ച് മുഹമ്മദിന്റെ മുഖപ്പ് കാർക്കിച്ചു തുപ്പണം പറ്റുമോ? ഉഖബത്ത് ബിൻ മുഈത്ത് പറഞ്ഞു, നീ എനിക്ക് നട്ടമാകാൻ ഒരിക്കലും എനിക്ക് കഴിയൂല, അതുകൊണ്ട് ഞാൻ മുഹമ്മദിന്റെ മുഖത്തു തുപ്പോ. റസൂലുള്ളാഹിയെ വിളിച്ചു, എല്ലാവരും വന്നു. ആയിരക്കണക്കിന് ആളുകളെ നിരനിൽക്കുമ്പോ അല്ലാഹുവേ, കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. ഇല്ല പെങ്ങളെ, നിങ്ങളെ കരുതിപ്പോയോ? നമ്മുടെ മുട്ടിന്റെ മുഖത്ത് വൃത്തികെട്ടവന്റെ തുപ്പ് നീര് വീഴൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖപ്പ് വൃത്തികെട്ട ഉഖബത്ത് ബിൻ മുഈത്തിന്റെ തുപ്പ് നീര് വീഴൂല. ലോകാത്ഭുതങ്ങൾ എഴുതിയവരെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഒന്നുകൂടെ എഴുതിക്കോ. റസൂലുള്ളാഹിയുടെ നേരെ തുപ്പിയപ്പോൾ അല്ലാഹു ആ തുപ്പലങ്ങ് നേരെ തിരിക്കുകയാണ്. മന്ത്രമില്ല, മായാജാലമില്ല, മാജിക്കല്ല, മന്ത്രവാദമല്ല, തന്ത്രവാദമല്ല, യാതൊരു കാരണങ്ങളുമില്ലാതെ ആ തുപ്പല് നേരെ അങ്ങ് തിരിയുകയാ. എന്നിട്ട് നേരെ ഉഖബത്തിന്റെ മുഈത്തിന്റെ മുഖത്ത് തന്നെ വന്ന് വീഴുകയാ. വല്ലാത്ത ഒരു ശബ്ദത്തോടെ പുകപടലങ്ങൾ ഉയർന്നു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉഖബത്ത് ബിൻ മുഈത്തിന്റെ കവിള് പൊള്ളിപ്പോയി. ആ തുപ്പുനീരിനെ അല്ലാഹു തീക്കനലാക്കി മാറ്റി. ഉഖബത്ത് ബിൻ മുഈത്തിന്റെ കവിളങ്ങ് പൊള്ളിപ്പോയി. സഹോദരങ്ങളെ, മരിക്കുന്നത് വരെ അല്ല, ഉഖബത്ത് ബിൻ മുഈത്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ അവന്റെ മുഖത്താ പാടുണ്ടായിരുന്നല്ലേ ചരിത്രം പറയുന്നത്. ഈ ഉഖബത്ത് ബിൻ മുഈത്ത് ഉബയ്യ് ഇബ്നു ഖലഫിന് വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചത്. നാളെ പരലോകത്ത് വരുമ്പോ ഈ ഉഖബത്ത് ബിൻ മുഈത്താണ് പറയുന്നത്, വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി. ഈ ഉഖബ വിരൽ കടിച്ചിട്ട് പറയും, അല്ലാഹുവേ, ഞാൻ റസൂലുള്ളാഹിന്റെ വഴി തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു, അവനോടൊപ്പം ഞാൻ കൂടണ്ടായിരുന്നു, പടച്ച തമ്പുരാനെ. നാളെ പരലോകത്ത് മൂന്നാമത്തെ നിലവിളി അതാണ്. മറക്കരുത്. ഒന്ന്, കയ്യിൽ ഒന്നുമില്ലാതെ വന്നപ്പോ. രണ്ട്, ഒന്നുമില്ലാതെ വന്നിട്ട് മൃഗങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും അള്ളാഹു മണ്ണാക്കി മാറ്റിയപ്പോൾ. മൂന്ന്, അള്ളാഹുവേ, എന്നെ ഇത്രയും ചെയ്യിപ്പിച്ചത് എന്റെ കൂട്ടുകാരിയാണ്, കൂട്ടുകാരനാണ്. ചില മക്കളെ പറ്റി മാതാപിതാക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉറക്കൊന്നും വരുന്നില്ലല്ലോ? വരുന്നോ? ഇല്ല. ചില മക്കളെ പറ്റി പറയും, ഉസ്താദേ, നല്ല മക്കളായിരുന്നു എന്റെ കുട്ടികൾ, പക്ഷെ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോയിട്ട് പിഴച്ചുപോയി. ശരിയാണ്, കൂട്ടുകെട്ടാണ് കുഴപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടുകാരൻ 3 സൈസാണ്. ഒന്ന്, ഭക്ഷണത്തിന്റെ സ്ഥാനത്ത്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ഭക്ഷണത്തിന്റെ സ്ഥാനത്തെന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റൂല. ഭക്ഷണം ഇല്ലാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. ഞാനിപ്പോ ഇത്ര യാത്ര ചെയ്തിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിട്ട് കഴിച്ചോളാം, ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, ട്രെയിനിൽ നിന്ന് ഞാൻ ഒന്നും കഴിക്കില്ല, അത്ര ഗതികേടുണ്ടായ ചായ കുടിക്കും, അതിനപ്പുറം ഞാൻ ഒന്നും കഴിക്കൂല. കാരണം കഴിക്കാൻ പറ്റൂല, കഴിക്കാൻ പറ്റില്ല. അതിന്റെ കാരണമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, പാവങ്ങളെ യാത്ര ചെയ്യുന്നവരുണ്ടാകും, അവരൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടാവും, അവരെ കൂടെ ഞാൻ മടുപ്പിക്കുന്നില്ല. അത്ര നീചമായ ഭക്ഷണമാണ് റെയിൽവേ ഈ മനുഷ്യർക്ക് നൽകുന്ന. വിലയ്ക്ക് കുറവൊന്നുമില്ല, വിലയ്ക്ക് കുറവൊന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മളേന്ന് വാങ്ങുന്ന പൈസക്ക് വല്ല കണക്കുണ്ടോ? ഇപ്പൊ അബുദാബിയിൽ ഒരു പരിപാടിക്ക്, ദുബായിൽ ഒരു പരിപാടിക്ക് പോയിട്ട് ഈ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ മടങ്ങി വരുമ്പോൾ അതിനകത്ത് മെനു കൊണ്ട് തന്നു. മെനു കൊണ്ട് തന്ന് ഇങ്ങനെ നോക്കി സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തരും. അതിന്റെ അടിയില്, ഏറ്റവും അടിയില് എഴുതിയിരിക്കുന്നു ഇന്നുള്ള സാധനങ്ങൾ, വിസ്കി ഉണ്ട്, പിന്നെ റമ്മുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. രസകരമായത് അങ്ങനെയല്ല, അതിന്റെ അടിയിൽ NB നോട്ട് ബെനി പ്രത്യേക അടിക്കുറിപ്പ് എഴുതി കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എഴുതിയിട്ട് കള്ളടക്കം
ചാരായമടക്കം മദ്യമടക്കം എഴുതിയിട്ട് അതിന്റെ അടിയിൽ NB കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് തികച്ചും ഹലാലാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ കള്ളൊക്കെ ഞങ്ങൾ ഹലാലാക്കി നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ കുടിച്ചോളി, കുഴപ്പമൊന്നുമില്ല എന്നായി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഭക്ഷണം പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നമ്മുടെ ഹസനാജി നിർബന്ധിച്ച് പറ്റൂല, നിങ്ങൾ അല്പമെങ്കിലും കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇതിന്റെ പ്രസിഡന്റ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സോട് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ സദസ്സിന്റെ അധ്യക്ഷനും കൂടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഭക്ഷണം, ആ ഭക്ഷണം നമ്മുടെ അന്നമാണ്, നമ്മുടെ ഉന്നം, ഒരു സംശയം അക്കാര്യത്തിലില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭക്ഷണം അതിന്റെ സ്ഥാനത്താണ് ചില കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാനേ പറ്റൂല. അവരില്ലാതെ നമ്മളില്ല, നമ്മളില്ലാതെ അവരുമില്ല. എന്നാൽ ചില കൂട്ടുകാരുണ്ട്, അത് മരുന്നിന്റെ സ്ഥാനത്താണ്. ആവശ്യത്തിന് നമ്മൾ മരുന്ന് ഉപയോഗിക്കും, രോഗം വരുമ്പോ മരുന്ന് ഉപയോഗിക്കും. അതുപോലെ ആവശ്യത്തിന് കൂട്ടണം, പിന്നെ കളഞ്ഞേക്കണം, പിന്നെ കൊണ്ടു നടക്കരുത്. മൂന്നാമതൊരു വിഭാഗമുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അതേതെന്നറിയോ? രോഗത്തിന്റെ സ്ഥാനത്താണ്. അല്ലാഹുവേ, നമുക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകാർ വേണ്ട, പെട്ടുപോകും. ആ കൂട്ടുകാരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, നബിയേ, നാളെ പരലോകത്തെ കൂട്ടുകാര് പിഴപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനോട് നാളെ പറയുമല്ലോ, പടച്ചവനെ, ഞങ്ങൾ ആ കൂട്ടുകാരനെ കൂടണ്ടായിരുന്നെന്ന് പറയുമല്ലോ. അതുകൊണ്ട് റസൂലേ, ഏത് കൂട്ടുകാരെയാ നമ്മളെ കൂടേണ്ടത്? ആരോടാണ് ഞങ്ങൾ കൂട്ടുകൂടേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന കൂട്ടുകാരൻ ആരെന്നറിയോ? ഈ പറയുന്ന കൂട്ടുകാരൻ നമുക്ക് മതി പ്രിയപ്പെട്ടവരെ, അല്ലാത്തവരെ നമ്മൾ വെട്ടിവിട്ടേക്കണേ. നമുക്കങ്ങനെ ഒരു കൂട്ടുകാര് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആരെന്നറിയുമോ? മനദക്കറക്കും ബില്ലാഹി റുയതുഹു വസാദ ഫീ ഇൽമികും മന്തിഖുഹു വദക്കറക്കും ബില്ലാഖിറതി അമലുഹു. റസൂലുള്ളാഹി പറയുകയാണ്, ആരുടെ ദർശനം നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുമോ, ആരോട് നിങ്ങൾ സംസാരിക്കുമ്പോ, ആരുടെ ഭാഷണം നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുമോ, ആരുടെ പ്രവർത്തനം നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മ വരുമോ, അങ്ങനെയുള്ള കൂട്ടുകാര് മതി. എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നോക്കിയാൽ അല്ലാഹുവിനെ ഓർമ്മ വരണം. ഇന്നത്തെ കൂട്ടുകാരെ നോക്കിയാൽ മുട്ടനാടിനെ ഓർമ്മ വരിക. താടി താഴോട്ട് താടി ഇറക്കിയിട്ട് ഈ മുടി മേപ്പോട്ട് പൊക്കി വെച്ചിട്ട് മുട്ടനാട് നിൽക്കും പോലെ നിൽക്കുള്ളൂ. നമുക്ക് അല്ലാഹുവെ ഓർമ്മ വരില്ല. പെണ്ണുങ്ങളെ നോക്കിയാലോ? റസൂലുള്ളാഹി പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ ഇന്ന റീഹഹാ ലതുജദു മിൻ മസീറതി കദാ വകദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനത്തെ പെണ്ണുങ്ങളെ നമുക്ക് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നിസാഉൻ കാസിയാത്തുൻ, അവർ നല്ല സെറ്റപ്പ് വസ്ത്രം ധരിച്ചിട്ടുള്ളവരാണ്, പക്ഷേ ആരിയാത്തുൻ, തുണി ഉടുക്കാത്തതുപോലെയാണ്. മനസ്സിലായില്ലേ? എന്താ അതിന്റെ പേര്? ലെഗിൻസ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ലെഗിൻസ് എവിടെ നിന്ന് വന്നതാണ്? ഇന്നത്തെ സഹോദരിമാരിൽ RCC തിരുവനന്തപുരത്തെ RCCയിൽ ഞാൻ ഒരു ദിവസം ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് വിളിച്ചു പറഞ്ഞിട്ട് CH സെന്ററിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരുടെ ബയോഡാറ്റ ഒന്ന് പരിശോധിച്ചപ്പോൾ കാസർഗോഡ് ജില്ലക്കാരും മലപ്പുറം ജില്ലക്കാരാണ് കൂടുതൽ. കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, സഹോദരിമാര് ചിന്തിക്കണം. ഡോക്ടർമാർ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്, ഇറുകിയ പാൻറ്റും ഇറുകിയ വസ്ത്രമിടുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്ക് യൂട്രസിലെ ക്യാൻസർ ഉണ്ടെന്ന് ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഫംഗസ് പിടിച്ചിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഇതാരാ നമുക്ക് തന്നെന്നറിയോ? ഇതാരാ നമുക്ക് തന്നത്? ഒന്ന് ചിന്തിക്കിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇസ്ലാമിക നാഗരികതയായിരുന്നു സ്പെയിൻ. 12:30 അപ്പുറത്തേക്ക് ഞാൻ ഒരിക്കലും കൊണ്ടുപോകൂല. 12:30 അല്ല, 12 മണി അല്ലേ? നമ്മൾ 10 മണിക്കല്ലേ തുടങ്ങിയത്? 12:30, 10:30 തുടങ്ങിയത്. ഇസ്ലാമിക സ്പെയിൻ, നാഗരികതയുടെ സ്പെയിന് ഇന്ന് ആരുടെ കയ്യിലാണ്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി. ക്രിസ്തീയ ലോബികളുടെ കയ്യിലാണ് ഇന്ന് സ്പെയിൻ ഉള്ളത്. അന്നത്തെ അള്ളാഹുവിന്റെ പള്ളികൾ ഇന്നത്തെ ബാറാണ്. അന്നത്തെ അറബി കോളേജുകൾ ഇന്നത്തെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ,
അന്നവിടെ കോളേജുകളിൽ ബുഖാരി പഠിപ്പിച്ചു, മുസ്ലിം പഠിപ്പിച്ചു, സിഹാവ് സിത്ത പഠിപ്പിച്ചു, ഖുർആനിന്റെ തഫ്സീറുകൾ പഠിപ്പിച്ചു. അത് ഇന്നും പഠിപ്പിക്കുന്നുണ്ട് സ്പെയിനിൽ. പഠിക്കുന്നത് ആരാണ്? ജൂതന്റെ മക്കൾ. പഠിപ്പിക്കുന്ന ആരാണ്? ജൂത പണ്ഡിതന്മാര്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? മുസ്ലിം ആകാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇസ്ലാമിലോട്ട് കടന്നു വരാനുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് നമ്മളെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഹറാമ് ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നവർ പരിശോധിക്കാൻ. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോ അവർക്ക് കിട്ടിയതാണ് ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കൂല. നിങ്ങൾ ചിന്തിക്കണം, ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കൂല. ഒരിക്കലും അവനെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. അവൻ ഇടത് കാല് വെച്ച് കയറി ഇടതുഭാഗം ഇരുന്ന് മൂത്രമൊഴിക്കുന്നവനാണ് മുസ്ലിം. ഒരിക്കലും ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കട എന്ന് പറഞ്ഞാൽ, ഇനി ജൂതനല്ല അവന്റെ അപ്പുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോടാന്ന് പറയും. കാരണം നമ്മളൊരു സംസ്കാരത്തിന്റെ സുന്ദരമായ പൈതൃകത്തെ പിൻപറ്റുന്ന പിന്തലമുറക്കാരാണ്. നമ്മൾ നിന്ന് മൂത്രമൊഴിക്കൂല. അപ്പോ ഈ ബുഖാരിയിലെ ഹദീസ് അവർ പഠിച്ചു, എങ്ങനെയെങ്കിലും യൗമാരെ കൊണ്ട് നിന്ന് മൂത്രമൊഴിപ്പിക്കണം. അങ്ങനെ ജൂതന്മാര് സ്പെയിനിൽ വെച്ച് തീരുമാനമെടുത്തു. ഇങ്ങനെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി അവസാനം എന്ത് ചെയ്തെന്നറിയോ? ഇറുകിയ പാന്റ് അങ്ങോട്ട് തച്ചു കൊടുത്തു. അത് നമ്മുടെ കാക്കാമാര് വലിച്ചങ്ങോട്ട് കേറ്റാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പള്ളിയിൽ കമ്മിറ്റി വിളിച്ചു. ജുമാ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറഞ്ഞു, പോകല്ലേ, കമ്മിറ്റി ഉണ്ട്. അങ്ങനെ കമ്മിറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാരധികവും പള്ളിയിലാണ്, ഇവിടെയാണ് വരുന്നത്. ഇവിടത്തെ പള്ളികളുടെ കഥ എനിക്കറിയില്ല, ഞാൻ പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളികളിൽ നമുക്ക് നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് സംവിധാനം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ പള്ളിയോട് ചേർന്നുള്ള പള്ളി പരിപാലന സമിതിയുടെ കീഴിലുള്ള ബാത്റൂമുകളിൽ ജൂതന്റെ സൃഷ്ടിയായ നിന്ന് മൂത്രമൊഴിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. സഹോദരിമാർക്ക് അബുദാബിയിലും ഖത്തറിലും ഷാർജയിലും ബഹ്റൈനിലും കുവൈറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാര് മുസല്ല കൊണ്ട് കൊടുത്തു. ആ മുസല്ലയിൽ സഹോദരിമാർ ഇരുന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നുസ്താദെ, ഈ മുസല്ലയിൽ ഇരുന്നാൽ 70 ഖത്തം ഓതിയിട്ട് ഇറങ്ങാൻ തോന്നും, അത്ര സുഖമാ ഉസ്താദെ ഇരിക്കാൻ. ഇരുന്നോ. ആരാ നിനക്ക് മുസല്ല തന്നതെന്നറിയുമോ? പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് 5 നേരം തിരിഞ്ഞ് നിസ്കരിച്ച നിന്നെ കൊണ്ട് അതേ കഅബാലയത്തിന്റെ ചിത്രത്തിൽ ചവിട്ടിപ്പിച്ചത് ജൂതന്മാരാണ്. മിമ്പറിൽ വിരിച്ചു കൊടുത്തിട്ട്, മിഹ്റാബിനകത്ത് വിരിച്ചു കൊടുത്തിട്ട് ഖതീബിനോട് പറഞ്ഞു, കയറിയിരിക്കടാ റൗള ശരീഫിന്റെ ചിത്രത്തില്. ഇതാര് ചെയ്യിപ്പിച്ചു? ഇത് ജൂതന്മാര് തന്നതാണ്. നമ്മൾ വെറും പൊട്ടന്മാരായി പോയി. അല്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാര് തന്നെയാണ്, അല്ലേ? 987 ഞാൻ വലിയ വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോ എല്ലാരും കമന്റ് എഴുതി, നമ്മുടെ പ്രസിഡന്റ് വലിയ വിദ്യാഭ്യാസം ഉള്ളവനാ. പക്ഷെ 87 സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ പ്രിന്റ് ആയിരുന്നു. കമ്പ്യൂട്ടർ അതിനുശേഷം കണ്ടുപിടിച്ചതാ. നമ്മൾ അപ്പോഴും കമന്റ് എഴുതാൻ വേണ്ടി നടക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പൊട്ടന്മാരല്ലാതെ പിന്നെ എന്ത് സാധനങ്ങളാ? നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. അതുകൊണ്ട് ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വസ്ത്രധാരണം. അല്ലാഹ് നിങ്ങളെ കാണുമ്പോ അല്ലാഹയെ ഓർമ്മ വരൂല. നബി തങ്ങൾ പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ നഗ്നകളാണ്. അവര് ആണുങ്ങളിലേക്ക് ചാഞ്ഞു പോകും, അറിയാതെ ആണുങ്ങളിലേക്ക് പോകും. മുമീലാത്തുൻ, അവരവിടെ നിന്നിട്ട് ചെറുപ്പക്കാരെ ഇങ്ങോട്ട് ചരിച്ചു കൊണ്ടുവരും. അങ്ങനെ അർത്ഥം. അവര് തലകെട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അവര് തലകെട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ കൊണ്ടുവന്ന് എനിക്കറിയില്ല. അവര് തട്ടമിടും, പക്ഷെ ആ തട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ മുടി അവര് വാരിക്കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലുള്ള തലമുടിയാണ്. ആ പെണ്ണിനെ കണ്ടോ അല്ലാഹനെ ഓർമ്മ വരില്ലല്ലോ. കോളേജ് കുമാരികളെ, കോളേജില് പോകുന്നവരെ, നിങ്ങൾ പോകുമ്പോ ഇങ്ങനത്തെ കൂട്ടുകാരിയെ കണ്ടാൽ കൂട്ടുകൂടല്ലേ. രണ്ടാമത് റസൂല് പറഞ്ഞത്, ആരോടും മിണ്ടിയാൽ നിനക്ക് പുതിയ ഇൽമുകൾ കിട്ടും. നമ്മുടെ കൂട്ടുകാരടുത്ത് കൂടിയാ ചോദിക്കും, അളിയാ ഏറ്റവും വല്ലതും ഉണ്ടോ? അതാ നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാരങ്ങനെയാണ്. കൂട്ടുകാരികൾ ചോദിക്കുന്നതും അത് തന്നെയാണ്. അള്ളാഹുവിനെ പറ്റി വല്ലതും പറയോ? ഇതൊക്കെ പോട്ടെ, ഉമർ റളിയല്ലാഹു പറഞ്ഞെടുക്കാം. ബാക്കി റസൂല് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ഉമർ റളിയല്ലാഹുവിനെ അല്പം കൂടെ ആട്ടിക്കുറുക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, ആരാണ് നല്ല കൂട്ടുകാരൻ? ഇത് പറയുന്നത് ഇവിടെ വെച്ച് കൂടിയിട്ട് പോകണം, ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് പോയി പടച്ചോനെ, അവനാ എന്നെ കൊണ്ടുപോയി വെള്ളം അടുപ്പിച്ചത്, അവനാ എന്നെ കൊണ്ട് വിചാരശാലയിലാക്കി തന്നത്, അവനാ എന്നെ കൊണ്ട് ചീട്ട് കളിപ്പിച്ചത്. അള്ളാഹു പറയും, എന്താ നീ ചിന്തിക്കാത്ത? നീ എന്തിനാ കൂടെ പോയത്? ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഇവിടെ തീരുമാനിച്ചോളെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരോടാണ് നീ കൂട്ടുകൂടേണ്ടത്? നിന്നെ കാണുമ്പോൾ നിന്നോട് അള്ളാഹുവിനെ പറ്റി പറയണം. ചിന്തിക്ക്.
നിന്നെ കാണുമ്പോ നിന്നോട് അള്ളാഹിനെ പറ്റി പറയണം. ഇനി നീ ഇല്ലെങ്കിലോ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയണം. അങ്ങനത്തെ കൂട്ടുകാര്, എത്ര സുന്ദരമായ കൂട്ടുകാരൻ. നിന്നെ കണ്ടുമുട്ടുമ്പോ പറയും അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ്, അവൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയില്ലേ, നമ്മളെ അവൻ ഒത്തൊരുമിച്ച് കൂടാൻ അള്ളാഹു ഇടയാക്കിയില്ലേ, അവൻ നമ്മുടെ സൃഷ്ടാവല്ലേ, നമുക്കൊന്ന് നല്ല കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹയെ പറ്റി നമ്മളോട് പറയുന്ന നല്ല കൂട്ടുകാരൻ. ഇനി നീ ഇല്ലെങ്കിലോ, നീ അവിടെ ഇല്ലെങ്കിലോ അള്ളാഹുവിനോട് നിന്നെ പറ്റി പറയും. ഇന്ന് നമ്മുടെ കൂട്ടുകാരനോ കാണുമ്പോ അങ്ങനെ കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് പോക്കറ്റിലോട്ടങ്ങ് ഇടും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോയാലോ അടുത്ത് നിൽക്കുന്നിടത്ത് പറയും ശിവൻ ആരാ മോനെന്നറിയോ, ഇതുപോലത്തെ പക്ക ഫ്രോഡ് വേറെ ആരുമില്ല എന്ന് പറയുന്ന കൂട്ടുകാരൻ, കുഴി തോണ്ടുന്ന കൂട്ടുകാരന്മാരാണ്. അത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട. നമ്മൾ ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്നവരല്ല, നമ്മൾ കരയുമ്പോൾ കൂടെ കരയുന്നവരാ. അങ്ങനെയുള്ള കൂട്ടുകാര് മതി. നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിം ഉമ്മത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ സ്വന്തം കൂട്ടുകാരനൊരു വിഷയം വരുമ്പോ പറയും അത് അവനല്ലേ, നമുക്കല്ലല്ലോ പ്രശ്നം. ഞാൻ കഥ പറഞ്ഞുതരാം, ഞാൻ നീട്ടുന്നില്ല, 12:30 നിർത്തും ഇൻഷാ അല്ലാഹ്. മരിച്ചാലും മരിച്ചില്ല അസർ നടക്കും എന്ന് പറയും പോലെ തീർന്നാലും തീർന്നില്ലെങ്കിൽ ഞാൻ 12:30 ദുആ ചെയ്ത് പിരിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു എലി പത്തായത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ പത്തായത്തിൽ എലി ഇരിക്കുമ്പോഴാണ് വീട്ടുകാരൻ എലിപ്പെട്ടിയുമായി ഓടി വരുന്നു. എലിക്കാകെ സങ്കടമായി. കാരണം 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ടപ്പേ ഒരു ശബ്ദം മാത്രം കേൾക്കും, പെട്ടിക്കുള്ളിലാവും, വെള്ളത്തെ മുക്കി കൊല്ലും. അങ്ങനെ എലി നേരെ ചാടി പത്തായത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി വന്ന് കണ്ടത് പാമ്പിനെയാണ്. പാമ്പിനോട് വന്നിട്ട് പറഞ്ഞു, പാമ്പേ മുതലാളി പെട്ടിയും കൊണ്ട് വന്നിരിക്കുക, എന്നെ രക്ഷപ്പെടുത്തണം. പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു, എടാ എലിപ്പെട്ടിയെ പേടിക്കേണ്ടത് പാമ്പായ ഞാനോ, നീയല്ല, നിന്റെ കാര്യം നീ നോക്കടാ, ഞാൻ എന്റെ ജോലിക്ക് പോവുക. പാമ്പഴ ഞങ്ങ് പോയി. എലി, ഇത് ബുഖാരിലുണ്ടോന്നൊന്നും ചോദിച്ചളയല്ല, ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സ്വഭാവം പറയാണ്. ഈ എലി നേരെ മാറി അങ്ങോട്ട് പോകുമ്പോ ആടിനെ കണ്ടു. ആട് നല്ല ജീവിയാ, പറക്കത്തുള്ള ജീവിയാ. ആടിനടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒന്ന് രക്ഷപ്പെടുത്തണം, മുതലാളി പെട്ടിയുമായി വന്നിരിക്ക, എലിപ്പെട്ടി കളിപ്പിച്ചു വെച്ചാൽ ഞാൻ അകത്തായി പോകും. ആട് ചിരിച്ചിട്ട് പറഞ്ഞു, ആടങ്ങനെ പറയൊന്നുമില്ല, അപ്പോഴും പറഞ്ഞു, നീ പേടിച്ചാ പോരെ, ഞാൻ എന്തിനാ പേടിക്കുന്നത്. സങ്കടം സഹിക്കാൻ പറ്റിയില്ല. നേരെ അങ്ങോട്ട് നടന്നപ്പോ പോത്തിനെ കണ്ടു. പോത്തിനോട് പറഞ്ഞു, പോത്തെ എന്നെ ഒന്ന് സഹായിക്കണം. പോത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, എന്റെ വാല് പോലും കേറാനില്ല പെട്ടിക്കകത്ത്, പിന്നെ ഞാൻ ഇതിനെ പേടിക്കണം. നീ പേടിച്ചോ, നിന്റെ ജോലി നോക്കി വെക്കോളാൻ പറഞ്ഞു. സങ്കടത്തോടെ എലി പത്തായത്തിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ കറണ്ട് പോയി, മഴ പെയ്തു, കാറ്റടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടു. മുതലാളി ചാടി വന്നു. അയാൾ മനസ്സിലായി എലി അതിനകത്ത് വീണെന്ന് മനസ്സിലായി. ഓടി വന്ന് കൈ അങ്ങോട്ട് കയറ്റിയപ്പോ പാമ്പായിരുന്നു വീണത്, ഒരൊറ്റ കൊത്ത് കയ്യില്. അയാള് തടകി നോക്കിയപ്പോ പാമ്പാണ്. നിലവിളിച്ചു, എന്നെ പാമ്പ് കൊത്തിയെന്ന് വിളിച്ചു. ആ സമയത്ത് ആളുകൾ ഓടിക്കൂടി, കറണ്ട് വന്നു, പാമ്പിനെ അടിച്ചു കൊന്നു. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഇയാളെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. വൈദ്യം പറഞ്ഞു, അജമാംസ രസായനം കൊടുത്താൽ വിഷം മാറും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആട്ടു സൂപ്പ് കൊടുത്താൽ വിഷം മാറും എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെടുത്ത തീരുമാനം എടുത്തു, വീട്ടിൽ നിൽക്കുന്ന ആടിനെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് കണ്ടിച്ചേക്കാം. അങ്ങനെ അതിന്റെ കഥയും കഴിഞ്ഞു. പാമ്പും പോയി, ആടും പോയി. പെണ്ണുങ്ങൾ രസായനം ഉണ്ടാക്കി. കാരണം ഭർത്താവ് ആശുപത്രി കിടക്കാം, മരണക്കിടക്കയില്. അങ്ങനെ ഇരിക്കുമ്പോ രസായനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആള് പോയി, കാക്ക മരിച്ചു. അങ്ങനെ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും കരച്ചിലും വിളിയുമായി വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി. അവസാനം എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾ ആരും പോകണ്ട, എന്തായിരുന്നാലും സഹിക്കാൻ പറ്റാത്ത മരണമായിപ്പോയി, നമുക്ക് 3-ാം ഫാത്തിഹ എഴുന്നേറ്റ് പോകാം. അങ്ങനെ നല്ല ബിരിയാണിയും വെച്ച് അവിടെ നിന്ന പോത്തിനെ അങ്ങ് കണ്ടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആടും പോയി, പോത്തും പോയി, മനുഷ്യരും പോയി, പാമ്പും പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് പത്തായത്തിൽ എലി മൂകസാക്ഷിയായി ഇപ്പോഴും ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയം വരുമ്പോൾ മറ്റുള്ളവർ പറയും, നിങ്ങളെ വിഷയമല്ലേ, നിങ്ങൾ അങ്ങ് നോക്കിക്കൊണ്ടാ മതി. അവരുടെ വിഷയം വരുമ്പോ നമ്മൾ പറയും, അളിയാ നിന്റെ കാര്യമല്ലേ, നീ അങ്ങ് നോക്കിക്കൊണ്ടാ മതി. പക്ഷേ ആളുകൾ ഉദ്ദേശിക്കുന്നത് അവരെയും മറ്റോരെയുമല്ല, നമ്മളെ മൊത്തത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു സൗഹൃദ വലയം ഉണ്ടാകണം. ആ സൗഹൃദ കൂട്ടായ്മയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടിൽ വന്ന് ഒരാളെ എന്റെ മോളെ കെട്ടിക്കണം, ഞാൻ കാസർഗോഡ് വന്നു, തിരുവനന്തപുരത്തുള്ള എനിക്ക് എന്റെ മോളെ കാസർഗോഡ് കെട്ടിക്കണമെന്ന് തീരുമാനിച്ചു. അത്രയും വലിയ മോളൊന്നുമില്ല, 5 വയസ്സുള്ള ഒരു മോളും 3 വയസ്സുള്ള ഒരു മോളേ ഉള്ളൂ. അങ്ങനെ മൂത്ത മകളെ കല്യാണത്തിന് ഞാൻ പുതിയാപ്പിളെ അന്വേഷിച്ചുകൊണ്ട് കാസർഗോഡ് വന്നു. ഇവിടെ ആകുമ്പോ സ്ത്രീധനം ഇല്ലാതെ കെട്ടിക്കാമല്ലോ, അതൊക്കെ തോന്നല. ഒരു കാര്യം ഞാൻ പറയാം,
നിങ്ങൾ കാണിച്ചു കൊടുത്ത് പല കല്യാണത്തിന്റെ കോമാളിത്തരങ്ങളും തെക്കൻകാര് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയില് ടിപ്പറിൽ പുതിയാപ്പിളെ കൊണ്ടുവരക്കം, കൈവണ്ടിയിൽ കൊണ്ടുവരക്കം, കരിയോയിൽ ഒഴിക്കം, അതൊക്കെ എത്രയോ മഹല്ല്. കാസർഗോഡ് മഹല്ലുകളിൽ ചില മഹല്ലുകൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാൻ. ആ മഹല്ലില് പ്രസംഗത്തിന് വിളിച്ചാൽ ഞാൻ 10 ദിവസം വഴന്നു പറയും. കാരണം എന്താണെന്നറിയോ? ഇവിടെ വിവാഹത്തിന് പങ്കാളിയാകുന്ന പുരുഷനും പെണ്ണിന്റെ വീട്ടുകാര് ഇസ്ലാമിന് നിരക്കാത്ത എന്ത് ചെയ്താലും അവരെ ജമാഅത്തിൽ നിന്ന് പുറത്താക്കും. എത്ര നല്ല തീരുമാനം! തന്റെ ഇടത്തോടുള്ള തീരുമാനം. ഇനി അല്ലാതെ ഒതുക്കാൻ പറ്റൂല. നിങ്ങൾ നോക്ക്, നമ്മൾ അങ്ങനെയുള്ള മർമ്മത്തിൽ പിടിച്ചാൽ ഒരുത്തനും അനങ്ങൂല. നമ്മള് എന്ത് കഴിക്കണം കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ പലതട്ടായില്ലേ. ബീഫ് കഴിക്കുന്ന എന്തിനാ? ആട് കഴിക്കണം, പോത്ത് തന്നെ കഴിക്കണം എന്ന് നിർബന്ധം എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അവസാനം എന്ത് ഉടുക്കണമെന്നുള്ളത് വിഷയം വന്നു. നല്ലത് ഉടുക്കണം, അപ്പോഴും പലതട്ടായി. അവസാനം മോടി എണ്ണം കയറി പൈസ പിടിച്ചപ്പോ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ട്. എല്ലാ പാർട്ടിക്കാരും സംഘടനക്കാരും ഒരുമയോടെ മത്സരിച്ച് സമരം ചെയ്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് നോട്ടിന്റെ വിഷയത്തിലാണ്. എന്താ കാര്യം? ചിക്കിളിൽ തൊട്ടപ്പോ എല്ലാവർക്കും നൊന്ത്. അതാ നമ്മുടെ മർമ്മത്തിൽ പിടിച്ചാൽ നമുക്ക് നോവും. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചു, നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്ന നല്ലൊരു കൂട്ടുകാരനെ. ഞാൻ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി കാസർഗോഡ് വന്ന് ഞാനൊരു പയ്യനെ കണ്ടുവച്ചു. ആ പയ്യൻ എങ്ങനെ ഉണ്ട് എന്ന് അവനെ പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരെ പറ്റി അന്വേഷിക്കണം? അവന്റെ കൂട്ടുകാരൻ ആരെന്ന് നോക്കിയാൽ മതി. അപ്പോഴവൻ ആരാന്ന് എനിക്ക് തിരിയും. ഞാൻ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലാണ്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീൻ യഖ്തദി. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീൻ യഖ്തദി. ഒരു മനുഷ്യനെ പറ്റി അറിയാൻ അവന്റെ കൂട്ടുകാരനെ നോക്കിയാ മതിയെന്നാണ് തത്വം. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നല്ല കൂട്ടുകാര് വേണേ. ആ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ നിലവിളിക്കേണ്ടി വരില്ല. അതുകൊണ്ട് നാളെ പരലോകത്ത് നിലവിളിക്കുന്ന മൂന്നാമത്തെ നിലവിളി, അല്ലാഹുവേ എന്റെ കൂട്ടുകാരൻ എന്നെ പിഴപ്പിച്ചുവല്ലോ എന്ന നിലവിളി നാളെ പരലോകത്ത് മാറിക്കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ. നല്ല കൂട്ടുകാരന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ആ അധ്യായം അവസാനിപ്പിക്കാൻ. എങ്ങനെ ഉസ്താദേ നല്ല കൂട്ടുകാരനെ മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത്തർ കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത്തർ കച്ചവടക്കാരനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ വാഴലിന്റെ ഇവിടെ കച്ചവടക്കാരില്ല, അത്ര കച്ചവടക്കാരില്ല ഉണ്ട്. അത്ര കച്ചവടക്കാരൻ വാഴലിന്റെ സദസ്സിലിരിക്കുകയാണ്. നമ്മൾ വാഴലും കെട്ടിട്ട് പോകുന്ന വഴിയിൽ അവന്റെ അടുത്ത് പോയി ഇങ്ങനെ കായില്ലാത്തവൻ കോഴിക്ക് നിൽക്കുമ്പോൾ എങ്ങനെ നോക്കിയോണ്ട് നിൽക്കുക, അവന്റെ വായിൽ നോക്കിക്കൊണ്ട് നിൽക്കുക. നല്ല അത്ര അവന്റെ ഉണ്ട്. അങ്ങനെ നോക്കിയോണ്ട് നിന്ന് കുറെ നേരം കഴിയുമ്പോൾ ചിലപ്പോ അവൻ എന്ത് ചെയ്യും? ചെറിയ നേരം കൊണ്ട് നോക്കിയിരിക്കല്ലേ, വായി നോക്കി എന്നും പറഞ്ഞിട്ട് ചെറിയൊരു കുപ്പിയിൽ നിന്ന് അല്പം എടുത്തും കൊണ്ട് തേച്ചിട്ട് ഷർട്ടിലൊക്കെ കൊണ്ട് തേച്ച് തരും. ചിലപ്പോ അവൻ ലുബ്ധനായിരിക്കും, അവൻ തരില്ല. അവൻ ചിന്തിക്കും ഇത് 30 രൂപയ്ക്ക് ഞാൻ വേറെ വിൽക്കും. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ കുറെ നേരം നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 50 രൂപയ്ക്ക് ഇഞ്ഞ് കളഞ്ഞേക്കെന്ന് പറയും. നമ്മൾ അത് 50 രൂപ എടുത്ത് വാങ്ങും. ചിലപ്പോ നമ്മൾ അവനെക്കാളും വലിയ ലുബ്ധനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ അരമണിക്കൂർ അവന്റെ മുമ്പ് നിന്നാ ഈ അരമണിക്കൂർ നല്ല മണം നിനക്ക് കിട്ടിയില്ലേ? നല്ല മണം കിട്ടിയില്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഹാമിലിൽ മിസ്കി, അപ്പർ കച്ചവടക്കാരനെ പോലെയാണ് ഇമ്മായി യുഹുദിയക്ക. നിനക്ക് അവൻ സൗജന്യം തരും ചിലപ്പോ. അതുപോലെ നീ നല്ല കൂട്ടുകാരന്റെ കൂടെ കൂടിയാൽ അവൻ നിന്നോട് പറയും, എടാ നിസ്കരിക്ക, നോമ്പൂടി, നീ കുറച്ച് ദിക്റല്ലടാ, നീ കുറച്ച് നിസ്കരിക്കടാ, നീ കുറച്ച് സ്വലാത്തല്ലടാ, നീ ദാടിയൊക്കെ നല്ലതുപോലെ വെക്കടാ. പലരും ദാടി വേണ്ടാന്ന് പറയും. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഒരു പത്രത്തിൽ ഒരു വലിയ എഡിറ്റോറിയൽ പേജിൽ കേരളത്തിലെ മഹാ എഴുത്തുകാരൻ, ഒരു വലിയ എഴുത്തുകാരൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ആ എഴുത്തുകാരൻ ഒരു ലേഖനം എഴുതി, ദാടി ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി. ഞാൻ അദ്ദേഹത്തിന്റെ ആ ലേഖനം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് എനിക്കങ്ങോട്ട്
വല്ലാത്തൊരു അസ്വസ്ഥത, തള്ള വിരൽ മുതൽ ഇങ്ങനെ അങ്ങോട്ട് പെരുപ്പ് കയറുക. പ്രതികരിച്ചോളാൻ വയ്യ. ഞാൻ പ്രതികരിച്ച എവിടെ പ്രതികരിക്കാനാണ്? എനിക്ക് പത്രത്തിൽ എന്ത് സ്വാധീനമാണ്? ഞാൻ അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കയറിയിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതിയത് കേരളത്തിലെ തീവ്രവാദികൾക്ക് ദാടിയുണ്ട്, അതുകൊണ്ട് ദാടി സുന്നത്തില്ല, ദാടി വെക്കാതിരിക്കലാണ് മുസ്ലിമിന്റെ അടയാളം. ഞാൻ ഒരൊറ്റ ചോദ്യം അദ്ദേഹത്തിന്റെ FB-യിൽ ചോദിച്ചു. എന്നിട്ട് ഞാൻ മുഴുവൻ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും, എനിക്ക് 10, 100, 120ഓളം വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പൊ അതിലും മുഴുവനും ഞാൻ ഇട്ടു, എന്തായിരുന്നു? കേരളത്തിലെ തീവ്രവാദിക്ക് ഭാര്യമാരുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഭാര്യമാരെ വീട്ടിൽ കൊണ്ടുവന്നാക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ ബെഞ്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അതിൽ പ്രതിഷേധമുണ്ട്, എന്റെ പ്രതികരണ കുറിപ്പ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അതിന്റെ പ്രതികരണം കൊടുത്തു. അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാടിയൊന്നും ഇസ്ലാമികമല്ല, ദാടി വേണ്ട. രാഷ്ട്രീയക്കാരനൊന്നും അല്ല, അങ്ങനെ നിയമസഭയിൽ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, അതിന് ഞാൻ ചില സ്ഥലങ്ങളിൽ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. നമുക്ക് രാഷ്ട്രീയമല്ല, നമുക്ക് പൊളിറ്റിക്സ് അല്ല, നമുക്ക് ദീനാണ് വിഷയം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ ആ കൂട്ടുകാരൻ നമ്മളോട് പറയും, എടാ നീ സ്വലാപ്പ് ചെല്ല്, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നല്ലതുപോലെ ജീവിക്കണം, ഇങ്ങനെ നമ്മളോട് പറയും, സൗജന്യമായി അത്ര തരും പോലെ. ഇല്ലെങ്കിലോ നബി തങ്ങൾ പറയുന്നു, നീ അവനിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുമല്ലോ, അവൻ നിനക്ക് സൗജന്യം തന്നില്ലെങ്കിൽ ഇതുപോലെയാണ്. അവൻ നിന്നോട് പറയുന്നില്ല നീ ചെയ്യടാ, നീ സ്വലാത്ത് ചെല്ല്, പെണ്ണെ നീ ദിക്ർ ചെല്ല് എന്ന് പറയുന്നില്ല. പക്ഷെ അവൻ ചെയ്യുന്നത് നീ കണ്ടിട്ട് നീ ചെയ്യുന്നു, നീ പൈസ കൊടുത്ത് വാങ്ങും പോലെ. ഇതൊന്നുമല്ല, ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിനക്ക് ആ അത്തറിന്റെ മണം നിനക്ക് കിട്ടൂലേ, അതുപോലെ നീ ആ കൂട്ടുകാരനോട് കൂടിയാൽ ആളുകൾ നിന്നെ പറ്റി നല്ലത് പറയും. അപ്പോഴാണ് നിന്റെ കൂട്ടുകാരൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി 50,000 രൂപ കൊടുത്തു. അപ്പൊ ആളുകൾ പറയും, അത് അവൻ മാത്രമല്ല, കൂടെ ഉള്ള മറ്റൊന്നൂടെ കൊടുത്തു കാണും, ചുമ്മാ അല്ല എന്ന്. നമുക്ക് നല്ല ഓസിന് നമുക്ക് മണം കിട്ടും പോലെ ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയും. ഇനി മോശക്കാരനാണെങ്കിലോ? അതിന്റെ ഉദാഹരണം കൂടെ പറയട്ടെ, സഹോദരിമാര് ഗൗരവത്തോടെ കേട്ടോളി. അള്ളാന്റെ റസൂല് പറഞ്ഞു, കൊല്ലന്റെ ആല പോലെയാണ്. ഇവിടെ അങ്ങനെ പറയില്ലേ? ആല ആയുധം ഉണ്ടാക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ? ഈ നമ്മളെ ഈ വെട്ടുകത്തി കൊല്ലന്റെ ആല